ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിത് ഈ ഹെയർ ക്ലിപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. അപ്പം അതിനു മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാനായിട്ട് മറക്കരുത്. എങ്കിലും ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യത്തുള്ളൂ, എങ്കിലും എനിക്കൊരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ എന്ന് വേണമെങ്കിലും പറയാം. അപ്പം ഇതിനായിട്ട് ഞാനൊരു ഫോക്സ് ലെതർ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ജസ്റ്റ് 5 രൂപയോ 10 രൂപയോ എങ്ങാണ്ടേ ഉള്ളൂ ഒരു ഷീറ്റിന്. ഇത് ഒരു ഷീറ്റിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 6x6, അതായത് 6 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയുമുള്ളൊരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. രണ്ട് വശവും തുല്യമായിരിക്കണമെന്നേ ഉള്ളൂ. അളവ് കൂടുന്നതിനനുസരിച്ച് ക്ലിപ്പിൻ്റെ വലിപ്പം കൂട്ടാം, കുറയ്ക്കുന്നതനുസരിച്ച് ക്ലിപ്പിൻ്റെ വലിപ്പം കുറയ്ക്കാം. അതായത് ആ ബോയുടെ വലിപ്പം നമുക്ക് ഇഷ്ടമുള്ള അളവെടുക്കാം, പക്ഷേ ഈക്വൽ ആയിരിക്കണം 4 ഭാഗവും. ഞാനിവിടെ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് 6 ആണെന്നേ ഉള്ളൂ, 4 ഭാഗവും 6 സെൻറ്റിമീറ്റർ വെച്ചിട്ട്. എന്നിട്ട് നമുക്ക് ആ സ്ക്വയർ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ഭയങ്കര സിമ്പിളാട്ടോ. ഇതുപോലത്തെ ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ കേട്ടോ. എന്നിട്ട് നമ്മളത് ഈ ഒരു സ്ക്വയർ ഉണ്ടാക്കിയില്ല, എന്നിട്ട് ഇതിൻ്റെ ഒരു കോർണറിൽ നിന്ന് മറ്റേ കോർണറിലോട്ട് ഒരു വര കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത കോർണറിൽ നിന്ന് മറ്റേ കോർണറിലോട്ടൊരു വര കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ക്രോസ് പോലെ കിട്ടും. എന്നിട്ട് നമുക്ക് ആ പോയിന്റ് ഉണ്ടല്ലോ, ആ സെൻറ്ററിൽ നിന്ന് ഒരു കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. നമ്മളത് കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ കുറച്ച് ഭാഗം വിട്ടിട്ട് ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടായി പോത്തതേ ഉള്ളൂ. അന്നേരം കുറച്ച് ഭാഗം വിട്ടിട്ട് 4 വശത്തു നിന്നും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെ, ഞാൻ 4 വശത്തുനിന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗണ്ണ് തന്നെ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഇത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന പശ മതി. നമ്മുടെ B7000 ഗ്ലൂ വെച്ചൊക്കെ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ആ കോർണർ ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്ത ആ കോർണറിൽ നിന്ന് നടുക്കോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നടുക്കോട്ട് ഫോൾഡ് ചെയ്യാം. ജസ്റ്റ് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നോക്ക്, ആ അറ്റത്തൂന്ന് നടുക്കോട്ട്, അപ്പുറത്തെ അറ്റത്തൂന്ന് നടുക്കോട്ട് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു 1 സെൻറ്റിമീറ്ററിലൊരു വീതി, 1 സെൻറ്റിമീറ്റർ വീതിയിലൊന്ന് കട്ട് ചെയ്യാം. അതായത് എക്സസ് ആയിട്ടുള്ളത് കട്ട് ചെയ്ത് കളയാം. നമുക്ക് 1 സെൻറ്റിമീറ്റർ വീതി മാത്രം ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഒരു സ്ട്രിങ് പോലെ മതി. ആ 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ബാക്കിയുള്ളിടം ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വി പോലൊക്കെയാണ് കട്ട് ചെയ്തത്. അതായത് നമ്മുടെ റിബൺ കിടക്കത്തില്ലേ, അതുപോലൊരു ഷേപ്പിൽ ഏകദേശം ഒരു വി പോലൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ആ നടുക്കത്തെ പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ആ വി പോലത്തെ ഭാഗം ഒന്ന് ബാക്കിലോട്ട് മടക്കിയിട്ടൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കണം. അതായത് ഇങ്ങനെ ബാക്കിലോട്ട് മടക്കണം. ഗ്ലിറ്റർ അകത്ത് പോകത്തക്ക രീതിയിൽ ബാക്കിലോട്ട് മടക്കണം. അത് അവിടെ ഞാനൊരു ജസ്റ്റ് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മടക്കുമ്പോൾ തന്നെ അവിടെ സ്റ്റിക്കായിട്ട് നിന്നോളും. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. 2 സെക്കൻഡ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് സ്റ്റിക്കായിട്ട് നിന്നോളും. എന്നിട്ട് നമ്മളിപ്പോൾ ഒരു സ്ട്രിങ് പോലെ ആക്കിയില്ലേ, അത് നമ്മൾ ഒട്ടിക്കാനും വേണ്ടിയിട്ട് ഈ ബോയുടെ നടുക്കൂടി കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ബാക്ക് വരെ. എന്നിട്ട് ഈ ഫ്രണ്ടിലത്തെ ബാൻഡ് ബാക്കിലോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇപ്പം തന്നെ നമ്മുടെ ബോ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മളിവിടെ സ്റ്റിക്ക് ചെയ്തെടുത്തപ്പോൾ തന്നെ ബോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ ക്ലിപ്പിനകത്തോട്ട് അറ്റാച്ച് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ഒരു ടിക് ടാക് ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പൊക്കെ എടുക്കാം. ഞാൻ പിന്നെ ഇവിടെ എൻ്റെ കയ്യിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് ഞാനിതെടുത്തതേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ ബാക്ക് പോർഷന് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ ഈ ഗ്ലൂ നന്നായിട്ട് അവിടെ അപ്ലൈ ആയിക്കോളും, സ്റ്റിക്ക് ആയിക്കോളും. ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഹെയർ ക്ലിപ്പ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഭയങ്കര സിമ്പിളായിട്ടും പെട്ടെന്ന് ഒരു 5 മിനിറ്റ് പോലും വേണ്ടി വരത്തില്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.